എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിൽ തുണച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ ആത്മീക ചിന്തകളാണ് നാം വിചിന്തനം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ആദ്യത്തെ ആഴ്ചയിൽ നാം ഇതിൻ്റെ ആമുഖം എന്നോണം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഒരു പ്രധാന ക്രിയാപദമായിട്ട് അനുസരണം കാണിക്കുക എന്നുള്ള ആ ക്രിയാപദത്തെ ആസ്പദമാക്കി സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണമുള്ളവരാണ്. അവരുടെ പ്രത്യേകതകളിൽ ഒന്നായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്നുള്ളതിനെ ആസ്പദമാക്കി 7 കാര്യങ്ങൾ 1ഉം 2ഉം വാക്യങ്ങളിൽ നമുക്ക് ഒരു സാധാരണ വായനയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇന്ന് 3 മുതൽ 6 വരെയുള്ള 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് 3 മുതൽ അതിൻ്റെ താഴോട്ട് ഒരു പ്രത്യേക വിഷയമാണെങ്കിൽ തന്നെയും 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ഉള്ള ചില പാഠങ്ങളാണ് നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഓർപ്പിച്ചുണർത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെയാണ് ഈ പത്രോസ് എഴുതിയ ലേഖനം വായിക്കുന്നവർ കടന്നു പോകുന്നത്. അപ്പോൾ അവർ കടന്നു പോകുന്ന അവരെ ധൈര്യപ്പെടുത്താനും ശക്തിപ്പെടുത്താനാണ് പ്രാഥമികമായിട്ട് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ പ്രാരംഭമായ ആ ഭാഗത്ത് തന്നെ അവരെ ധൈര്യപ്പെടുത്താനായിട്ട് പറയുന്നത് ത്രിയേക ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് തന്നെയാണ് തുടർന്നും പത്രോസ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അവരുടെ ആ കഷ്ടതയുടെ മധ്യത്തിൽ അതിനെ അതിജീവിക്കുവാൻ, അതിൽ നിലനിൽക്കുവാൻ ആ ത്രിയേക ദൈവം ചെയ്ത ആ വലിയ പ്രവൃത്തിയെക്കുറിച്ച് താൻ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും അല്പാൽപമായിട്ട് തുടർന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്നത്തെ ഇതിനാധാരമായിട്ട് നമുക്ക് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുക നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഇതാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 3-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉന്നതമായത് പറയുക, ബ്ലെസ്സഡ് എന്നുള്ള പദമാണ് സ്തോത്രം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും, സത്യകൃപയിൽ നിലനിൽക്കുന്നവരെ അവർ നന്ദിയുള്ളവരാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർ ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉന്നതമായത് പ്രസ്താവിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇന്നത്തെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിക്കൊണ്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ നന്ദിയുള്ളവരാണ്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉന്നതമായത് പ്രസ്താവിക്കുന്ന ഹൃദയം അവർക്കുണ്ടാകും. അത് ഏത് കഷ്ടതയുടെ കഠിന ശോധനയിൽ കടന്നു പോയാലും എന്നുള്ള സത്യമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നന്ദിയുള്ളവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നന്ദിയുള്ളവരാകണം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത് പ്രസ്താവിക്കണം എന്ന് പറയുന്നത്? അതിനുള്ള 7 കാരണങ്ങളും ആ 7 പ്രധാന കാരണങ്ങളിൽ നിന്നുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട് 3-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. അപ്പോൾ 1-ാമത്തെ ആശയം എന്ന് പറയുന്നത് നമുക്കൊരു പിതാവുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു പിതാവുണ്ട്. ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്നുള്ള അതേ അർത്ഥത്തിലല്ല നാമും ദൈവവുമായിട്ടുള്ള, അല്ലെങ്കിൽ നാം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കുകയാണ്. നമുക്ക്
പിതാവുണ്ട്. നമുക്കൊരു പിതാവ് ഉള്ളത് കൊണ്ട് നാം നന്ദിയുള്ളവരാകണം. അല്ലെങ്കിൽ ആ പിതാവിനെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത്, ഉന്നതമായത് പ്രസ്താവിക്കുവാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കൊരു പിതാവുണ്ട്. പുതിയ നിയമം ദൈവത്തെ പിതാവ് എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതായിട്ട് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പിതാവും അല്ലെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കുന്നതിൻ്റെ വ്യത്യാസം കർത്താവ് തന്നെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20:17 വാക്യം നമുക്കൊന്ന് വായിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 20-17 വാക്യം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവരുടെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയാതെ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ വളരെ വ്യക്തമാണ്, നമ്മൾ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നതും അതുപോലെ കർത്താവ് പിതാവ് എന്ന ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് രണ്ടും രണ്ട് അർത്ഥത്തിലാണെന്ന് തിരുവഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. അത് അവൻ്റെ ദൈവത്വത്തെയാണ്. പിതാവ് എന്ന് വിളിക്കുമ്പോൾ തന്നെ, യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ, യേശുക്രിസ്തു ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ അത് അവൻ്റെ ദൈവത്വത്തെ തന്നെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് ക്രിസ്തു മൂലം പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കളായി തീർന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നമുക്ക് അറിയുള്ള സത്യമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ പ്രായോഗികതയിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുവാനായിട്ട് ശ്രമിക്കുകയാണ്. അബ്ബ അല്ലെങ്കിൽ ഡാഡി, അപ്പ, അപ്പച്ച എന്ന് വിളിക്കുന്ന ആ ഒരു ബാന്ധവം, ആ ഒരു ബന്ധം നമുക്ക് ദൈവവുമായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വിളിക്കാൻ ഒരു പിതാവുണ്ട് എന്നുള്ളത് തീർച്ചയായും ദൈവത്തെക്കുറിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുവാൻ, ഉന്നതമായത് പ്രസ്താവിക്കുവാൻ നമ്മെ സഹായിക്കേണ്ട അല്ലെങ്കിൽ നമ്മെ നിർബന്ധിക്കേണ്ട ഒരു ഘടകമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിതാവ് എന്നുള്ളതിൽ നിന്ന് ഒരു പ്രത്യേക സത്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിന് ആധാരമായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-23 വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-23 വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരുന്നത് പോലെ അവരും ഒന്നാകേണ്ടത് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പിതാവുള്ളതിനാൽ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അറിയണം എന്നുള്ളതാണ്. അറിയണം. എന്താണ് അറിയേണ്ടത്? ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യമാണ് അറിയേണ്ടത്. എന്താണ് ആ സത്യം? ദൈവം തൻ്റെ പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ഈ പിതാവ് നമ്മെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആ വാക്യത്തിൽ കാണുന്നത്. 17-23 ദൈവം തൻ്റെ പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തെ പിതാവ് എന്ന് പറയുമ്പോൾ കർത്താവിനെ പോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സത്യം നാം അറിയുമ്പോൾ അത് നമുക്ക് നമ്മിൽ സുരക്ഷിതത്വ ബോധം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സുരക്ഷിതത്വ ബോധം നൽകുന്നു. കാരണം ഒരു പിതാവില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അനാഥരാകുന്ന അവസ്ഥ അത് വളരെ സങ്കടകരമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു പിതാവുണ്ട് എന്ന് പറയുമ്പോൾ ആ അരക്ഷിതാവസ്ഥയിൽ നിന്ന് എത്രയോ അധികം സുരക്ഷിതത്വം നമുക്ക് നൽകുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ ഓർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു പിതാവുണ്ട്. ആ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ള സത്യം അത് സുരക്ഷിതത്വ ബോധം നൽകുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതവസ്ഥയിലും ഈ പിതാവിൻ്റെ സ്നേഹം എന്നോട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആ സ്നേഹം ഒരിക്കലും കൂടുന്നില്ല, കുറയുന്നില്ല. എല്ലാ മീറ്റിങ്ങുകളിലേക്കും വരുന്നു, എല്ലാ ദിവസവും പോയി ടൈം എടുക്കുന്നു, ദിനംതോറും ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നു. അപ്പോൾ ദൈവത്തിന് എന്നോട് കൂടുതൽ സ്നേഹവും, ഇതൊന്നും ചെയ്യാതെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കുറയുന്നു എന്നുള്ള ഒരു ചിന്ത സത്യം തിരുവഴുത്ത് വെളിപ്പെടുത്തുന്നില്ല. നാം ഏതവസ്ഥയിലാണെങ്കിലും പുത്രനെ എങ്ങനെ പിതാവ് സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സുരക്ഷിതത്വ ബോധം നൽകുന്നൊരു. അതുകൊണ്ട് തന്നെ
മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ അതുകൊണ്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അന്യോന്യമുള്ള മത്സരം ആവശ്യമില്ല, മറ്റുള്ളവരിൽ മതിപ്പുളവാക്കേണ്ട ആവശ്യമില്ല. കാരണം പിതാവിൻ്റെ സ്നേഹം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. എനിക്ക് ഒരു ഡ്യൂട്ടി, ഉത്തരവാദിത്വം, ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഞാൻ അവനിൽ ആശ്രയിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ മത്സരങ്ങൾക്കോ അല്ലെങ്കിൽ മതിപ്പുളവാക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ താരതമ്യം ചെയ്യുന്നതിനോ അടിസ്ഥാനമില്ല എന്നുള്ളത്. നമ്മുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം ഇത് തന്നെയാണ്. ഒന്നുകിൽ താരതമ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അന്യോന്യമുള്ള മത്സരങ്ങളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൂപ്പന്മാരായ സഹോദരന്മാരിൽ മതിപ്പുളവാക്കാൻ, ജ്യേഷ്ഠ സഹോദരന്മാരിൽ മതിപ്പുളവാക്കാൻ, യുവാക്കളിൽ മതിപ്പുളവാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ മതിപ്പുളവാക്കാൻ, അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മിൽ നിന്ന് വരുന്നത് ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ള ചിന്ത നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. ആ അരക്ഷിതാബോധം നമ്മിൽ രൂഢമൂലമാകുമ്പോഴാണ് നമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. എന്നാൽ ഈ പിതാവിൻ്റെ സ്നേഹം അതെനിക്ക് മതിയായതാണ്, അത് കൂടുകയോ കുറയുകയോ ചെയ്യാത്തതാണ്. പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ തന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഉറപ്പും നിശ്ചയവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്നേഹത്തിൽ നമുക്ക് വളരാനായിട്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ടും പൗലോസ് അതാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. പത്രോസിനെ താരതമ്യം ചെയ്യുകയോ യാക്കോബുമായി താരതമ്യം ചെയ്യുകയോ ഒന്നും അവിടെ ചെയ്യുന്നില്ല. ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ അറിയണം, നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ സ്നേഹം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് നമുക്ക് വലിയ സുരക്ഷിതത്വം നൽകുന്നു. അതുകൊണ്ട് തമ്മിലുള്ള മത്സരങ്ങളോ തമ്മിൽ മതിപ്പുളവാക്കുവാനോ തമ്മിൽ താരതമ്യം ചെയ്ത് സമയം പാഴാക്കാതെ ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ശുശ്രൂഷ തിരിച്ചറിഞ്ഞ് അത് ചിന്തപടിയായിട്ട് നിവർത്തിക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിച്ച് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു പാഠത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് എഫേസ്യ ലേഖനം 3:16-17 നമുക്ക് വായിക്കാം. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇതിനോട് ചേർത്ത് നമുക്കതും ചിന്തിക്കാനായിട്ട് സാധിക്കും. എഫേസ്യർ 3:16-17. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ വെളിപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് തീരണം. അതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തെ നമ്മൾ അറിയണം. ഈ പിതാവിൻ്റെ സ്നേഹത്തെ നാം അറിയണം. ഒരു പിതാവ് ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഈ പിതാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പ്രാവശ്യം ചൊവ്വാഴ്ച പ്രാർത്ഥനാ യോഗത്തിൽ ഞാനത് പറയാനായിട്ട് ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈ പിതാവ് സ്നേഹനിധിയായ പിതാവാണ്. ആ പിതാവിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയണം. മാത്രമല്ല അതിൽ വേരൂന്നണം എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. അതിൽ വേരൂന്നണം, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. അങ്ങനെ ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട ശുശ്രൂഷകൾ മാത്രമാണ് ഫലപ്രദമായിട്ട് തീരുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ദൈവസ്നേഹത്തിലുള്ള ഈ തികഞ്ഞ സുരക്ഷിതത്വം ഒരു കെട്ടിടത്തിന് അടിസ്ഥാനമെന്നോണം, ഒരു വൃക്ഷത്തിന് വേരുകൾ എന്നോണം വളരെ ദൃഢമായിട്ട് നമ്മിലുണ്ടെങ്കിൽ അതിൽ മുഖാന്തരം ഉണ്ടാകുന്ന ശുശ്രൂഷകൾ ഫലപ്രദമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പിതാവുണ്ട്, ഈ പിതാവിൻ്റെ സ്നേഹം അറിയണം, ആ സ്നേഹത്തിൽ നാം വേരൂന്നണം. ഇനി മറ്റൊരു കാര്യം, കുറച്ച് കഴിഞ്ഞ മാസത്തിൽ സുരേന്ദ്രൻ സഹോദരൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ നമ്മെ ഓർപ്പിച്ച ഒരു ആശയമാണ്. മറന്നുപോയ ആശയമായിരുന്നു, പിന്നീടാണത് മനസ്സിലേക്ക് വന്നത്. അത് കുറേ ദിവസങ്ങൾ അത് മനസ്സിൽ തത്തിക്കളിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് മറ്റൊന്നുമല്ല, മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം 3-ാമത്തെ പാഠം എന്ന് പറയുന്ന ഒരു പിതാവുണ്ട് എന്നുള്ളത് നമുക്ക് നന്ദിയുള്ളവരായി തീരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. കാരണം നാം അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. ആ സ്നേഹത്തിൽ വേരൂന്നി ശുശ്രൂഷകൾ ചെയ്യാം. അത് ഉറപ്പുള്ള അടിസ്ഥാനമാണ്. മാത്രമല്ല
ഈ അപ്പനെ, ഈ പിതാവിനെ അർഹിക്കുന്ന ബഹുമാനം അനുദിന ജീവിതത്തിൽ നാം നമ്മുടെ വികാരങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെ, മനോഭാവങ്ങളിലൂടെ കൊടുക്കുവാൻ ഇടയായിട്ട് തീരേണ്ടതാണ്. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ആരോടാണത് പറയുന്നത്? സ്വന്തം പാപത്തെക്കുറിച്ച് ബോധ്യമാകാത്ത ഒരു കൂട്ടം ആത്മീക കുരുടരോടാണത് പറയുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? പുരോഹിതരുണ്ട്, സാമാന്യ ജനങ്ങളുണ്ട്. എല്ലാവരും പാപം ചെയ്ത്, ദൈവജനമാണ്, നേതൃത്വത്തിലുള്ളവരാണ്, എന്നാൽ എല്ലാവരും പാപം ചെയ്ത് അവരുടെ ആത്മീക കണ്ണ് കുരുടായിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം പാപത്തെക്കുറിച്ച് ബോധമില്ലാതെ ഒരു കൂട്ടം ആത്മീക കുരുടരായി നീങ്ങുന്ന ദൈവജനം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ എന്ന് ചോദിക്കും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇത് ചോദിക്കുന്നുവോ? ദൈവം നമുക്ക് പിതാവുണ്ട്, അവൻ്റെ സ്നേഹത്തിന് ഒരു നാളും കുറവില്ല, അതിൽ നാം സുരക്ഷിതരാണ്, ഇതിൽ നാം സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ആ പിതാവിന് അർഹിക്കുന്ന ബഹുമാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയപരിശോധനയ്ക്ക് ഞാനും നിങ്ങളും ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാഠം. നമുക്കൊരു പിതാവുണ്ട്, അതുകൊണ്ട് നാം ഈ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായത് പറയണം, അല്ലെങ്കിൽ നന്ദിയുള്ളവരാകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത പാഠം എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മൂന്നാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിലുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഓക്കെ, അപ്പോൾ തൻ്റെ കരുണാധിക്യ പ്രകാരം എന്നുള്ള ആ പദപ്രയോഗമാണ് എന്തുകൊണ്ട് നന്ദിയുള്ളവരാകണം, അല്ലെങ്കിൽ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ എന്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത് പ്രസ്താവിക്കണം എന്നുള്ള സത്യം നമ്മെ അതിൻ്റെ കാരണം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തെ കാരണം കരുണയുടെ ആധിക്യം, തൻ്റെ കരുണയുടെ, അതായത് ദൈവത്തിൻ്റെ കരുണയുടെ ആധിക്യം അല്ലെങ്കിൽ ആ സമ്പന്നത. അപ്പോൾ നമുക്കതിങ്ങനെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മോട് കരുണ കാണിച്ചതിനാൽ, അല്ലെങ്കിൽ നമുക്ക് കരുണ ലഭിച്ചതിനാൽ നാം നന്ദിയുള്ളവരാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കരുണ എന്നുള്ള പദം, കരുണ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രാഥമികമായ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് അർഹിക്കുന്നത് തരുന്നില്ല എന്നുള്ളതാണ്. നിത്യമായ നരകം മാത്രം അർഹിച്ചിരുന്ന അരിഷ്ടപാപികൾ, ഇതാണ് എമ്മിച്ചേരി അൻസാർ നമ്മുടെ ആ പാപാവസ്ഥയെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. നിത്യനരകം മാത്രം അർഹിച്ചിരുന്ന അരിഷ്ടപാപികളായിരുന്നു നാം. അങ്ങനെയുള്ള നമുക്ക് നിത്യനരകം മാത്രമാണ് അർഹിക്കുന്നത്. അത് തരാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ. എന്നാൽ മറ്റൊരു അർത്ഥം കൂടെ കരുണയ്ക്ക് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അത് ആവശ്യത്തിലിരിക്കുന്ന ഒരുവൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്ന ക്രിയയാണ്. ഒരു ക്രിയാപദമായിട്ടാണ് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിലല്ല, നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ കരുണ കാണിക്കുക എന്നുള്ള ആശയം ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുവൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്ന ക്രിയ, ഒരുവൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുന്ന ക്രിയ, കേവലം ഒരു അനുകമ്പയല്ല. ആ ആവശ്യം എന്താണെന്നോ ആവശ്യം തോന്നുമ്പോൾ, ഒരുവൻ്റെ ആവശ്യം കാണുമ്പോൾ നമുക്കൊരു അയ്യോഭാവം തോന്നുന്നു, അത് കേവലം ഒരു അനുകമ്പയാണ്. എന്നാൽ അവൻ്റെ ആവശ്യം നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ് കരുണ എന്ന തിരുവെഴുത്തിൻ്റെ വേദപുസ്തക ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ കരുണയിൽ നമ്മുടെ കർത്താവ് സമ്പന്നൻ എന്നാണ് നാം വായിക്കുന്നത്. അതിൽ നിന്ന് അപ്പോൾ വലിയ കരുണ നമുക്ക് ലഭിച്ചു, വലിയ കരുണ നമുക്ക് ലഭിച്ചു. നാം അർഹിക്കുന്ന നരകത്തിൻ്റെ ആ ശിക്ഷ നമ്മിൽ നിന്ന് നീങ്ങിപ്പോയി. സന്താപം തീർന്നു, സന്തോഷം വന്നു, കരുണ ലഭിച്ചു. അത് ദൈവത്തിന് നന്ദി പറയാനായിട്ട്, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത് പ്രസ്താവിക്കാനായിട്ട് നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് പറയുകയാണ്, പ്രിയരെ, നിങ്ങൾ അർഹിച്ചിരുന്നത് നിത്യനരകമായിരുന്നു, എന്നാൽ ദൈവം തൻ്റെ കരുണയുടെ ആധിക്യപ്രകാരം അത് നിങ്ങളിൽ നിന്ന് നീക്കി. അത് ഈ കഷ്ടതയുടെ കഠിന ശോധനയിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ, നന്ദിയുള്ളവരാകാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഈ കരുണ എന്നുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ 3 പ്രായോഗിക കാര്യങ്ങൾ ഇതിൽ നിന്ന് അടർത്തി നമ്മൾ ഒന്ന് പറഞ്ഞ് നമ്മുടെ ആത്മീക വർധനയ്ക്കായിട്ട് പറഞ്ഞ് അടുത്ത പാഠത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് മീഖാ പ്രവചനം 6:8 വായിക്കാം. മീഖാ
പ്രവചനം 6:8. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താണെന്നോ യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. കരുണ ലഭിച്ചവരായ നാം ഒരിക്കലും ഇതിനൊന്നും നമുക്ക് അർഹതയില്ല. നമ്മളെപ്പോഴും അത് പ്രാർത്ഥനയിലും സ്തോത്രം ചെയ്യുമ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നതാണ്, പാടുമ്പോഴൊക്കെ ഓർക്കുന്നതാണ്. ഒരിക്കലും ഇതിന് നമ്മൾ അർഹരല്ല. പക്ഷേ നമുക്ക് നമ്മോട് ദൈവം കരുണ കാണിച്ചു. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ഇന്ന് ആവശ്യപ്പെടുന്നത് ഈ കരുണ മറ്റുള്ളവരോട് നാം കാണിക്കണം എന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിലും ദൈവജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മീഖാ പ്രവചനത്തിൽ നിന്ന് നാം വായിച്ചത്. ദൈവം അവരോട് പറയാണ്, നിന്റെ ദൈവം എന്താ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിക്കുക. അതൊരു കോടതി ടേമാണ്, കോടതി പദമാണ്. ന്യായാധിപൻ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കും, അതിനുശേഷമാണ് വിധി കൽപ്പിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പാഠം എടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ തീരുമാനം നമ്മുടെ കുടുംബജീവിതത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ എടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ന്യായം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ന്യായം പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ആ ന്യായാധിപനെ പോലെ ആദ്യം കേൾക്കുന്ന, ഒരു ശ്രദ്ധയോടെ കേൾക്കുന്ന, വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. സഭാകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന ഏത് മേഖലകളിലായാലും ന്യായം പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട്, എന്നിട്ട് വേണം നമ്മൾ വിധി കൽപ്പിക്കാൻ. അങ്ങനെയായാൽ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ഇടയായിട്ട് തീരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദയാതൽപരനായിരിക്കുക എന്ന് വെച്ചാൽ കരുണ കാണിക്കുക എന്ന് നമുക്ക് ഈ പശ്ചാത്തലത്തോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. അനുദിന ജീവിതത്തിൽ കരുണ കാണിക്കണം, ഈ കരുണയെ സ്നേഹിക്കണം. ആവശ്യത്തിലിരിക്കുന്നവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഒരു പക്ഷേ നമുക്ക് പല പരിമിതികളുണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. ചിലപ്പോൾ ചില പ്രബോധനങ്ങളിലൂടെ അത് സാധിക്കും. കൈത്താങ്ങിലൂടെ പല നിലകളിൽ നമുക്കത് സാധിക്കും. സാധ്യമാകുന്ന എല്ലാ സാധ്യതകളും അത് ഉപയോഗിക്കണം. കാരണം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, നാം ഇതിൻ്റെ ആരംഭ ക്ലാസ്സിൽ ഈ ലേഖനം പഠിക്കാനായിട്ട് എൻ്റെ ശ്രദ്ധയിലേക്ക് വരാൻ കാരണം തന്നെ താഴ്മയോടെ നടക്കുക എന്നുള്ളതാണ്. താഴ്മയുള്ളവർക്കാണ് അവൻ കൃപ കൊടുക്കുന്നത്. ഈ കൃപയില്ലെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. കൃപ ലഭിച്ചാൽ പാപത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആവശ്യപ്പെടുന്നതാണ് എന്നുള്ളത് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 5:7 നമുക്കൊന്ന് വായിക്കാം. ഈ കരുണയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ അവിടെ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കരുണ ഈ ഭൂമിയിൽ കാണിച്ച് ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അത് വളരെ ആനന്ദകരമായ ജീവിതത്തിന് നമ്മെ സഹായിക്കും. അവിടെ പറയുന്ന ആ ബി ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഭാഗ്യവർണ്ണനകൾ, അതിൻ്റെ മൂലഭാഷയിൽ ആനന്ദവർണ്ണനകൾ എന്നാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കരുണയുള്ളവർ ആനന്ദപൂർണരാണ്. അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിൽ കരുണ കാണിച്ച് ജീവിക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാത്ത ആനന്ദം നമുക്ക് നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, നമുക്ക് സങ്കീർത്തനം 92:3 വായിക്കാം. അത് നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. സങ്കീർത്തനം 92:3. ഇത് അനുദിനം വർണ്ണിക്കേണ്ടതാണ്. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ, ദൈവം നമ്മോട് കാണിച്ച ആ ദയ, അത് നാം വർണ്ണിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഇവിടെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ നന്ദിയുള്ളവരാകണം? നമുക്ക് കരുണ ലഭിച്ചു. ദൈവം നമ്മോട് കരുണ കാണിച്ചു. കരുണയുടെ ആധിക്യം എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇത്ര വലിയ കരുണ ലഭിച്ചവരായ നാം ദൈവത്തോട് എങ്ങനെ നന്ദിയില്ലാതെ പ്രതികരണം നമ്മിൽ നിന്നുണ്ടാകും? അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നന്ദിയുള്ള, ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത് നമ്മിൽ നിന്ന് വരണമെന്നുള്ളതാണ്. 2 പാഠങ്ങൾ പറയാനായിട്ട് ഇടയായിട്ട് തരുന്നു. 3-ാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. വീണ്ടും നമുക്ക് ആ 3-ാമത്തെ വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം.
അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ. ഓക്കെ, ഇവിടെ നാം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ സമം നമുക്കതിങ്ങനെ പറയാനായിട്ട് സാധിക്കും, നമുക്കായിട്ട് ദൈവം ജീവിക്കുന്നു, കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു, മരിച്ച് മൺമറിഞ്ഞു പോയില്ല, കാരണം അവൻ പുനരുദ്ധാനം ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എന്നാൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, എനിക്കായിട്ട് ഇന്നും ജീവിക്കുകയാണ്. അവൻ തന്നെ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. അപ്പോൾ അവൻ നമുക്കായി ജീവിക്കുന്നു എന്നുള്ളത് അവനെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത് പ്രസ്താവിക്കുവാൻ, അവനോട് നന്ദിയുള്ളവരാകാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു സത്യമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള, അതുപോലെ മരിച്ചവരുടെ പുനരുദ്ധാനം എന്നുള്ളതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രായോഗികമായ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്തതായിട്ട് ഈ ജീവിക്കുന്നു എന്നുള്ള സത്യം നമ്മെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില പ്രായോഗിക കാര്യങ്ങളൊന്ന് വേഗത്തിൽ ചിന്തിക്കാം. അതിനാധാരമായിട്ട് എഫേസ്യർ 1:19-20 നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയോടെ അവന്റെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സർവനാമത്തിനും അത്യന്തം മീതെ ഇരുത്തും. ഓക്കെ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, ആ പുനരുദ്ധാനത്തിൻ്റെ ആ ശക്തി, ആ വ്യാപരിച്ച ശക്തിയെക്കുറിച്ച് പൗലോസിൻ്റെ ആ പ്രാർത്ഥനയിൽ ആ ഭാഗമാണ് നാം വായിക്കുന്നത്. അപ്പോൾ അവിടെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണം. പിന്നെ നാം വായിക്കുന്നുണ്ട്, ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, വിളിച്ചവൻ്റെ ആശയെക്കുറിച്ച് അറിയണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ജയകരമായ രീതിയിൽ, ജയകരമായി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ, മരണത്തെ ജയിച്ച കർത്താവ് മൂലം ജയം പ്രാപിച്ച് ജീവിക്കാൻ ഈ ശക്തി, കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി മതിയായതാണ് എന്നുള്ളത് ഈ പ്രാർത്ഥനയിലും, 1-ാം അധ്യായത്തിൻ്റെ പ്രാർത്ഥനയിലും 3-ാം അധ്യായത്തിൻ്റെ പ്രാർത്ഥനയിലും പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് ജീവിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി അനുദിന ജീവിതത്തിൽ പാപത്തെയും പിശാചിനെയും ലോകത്തെയും ജഡത്തെയും ഒക്കെ ജയിച്ച് ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കും എന്നുള്ള പാഠം നമുക്ക് അവൻ ജീവിക്കുന്നു എന്നുള്ളതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു സത്യം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 4:16 നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അമ്മയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഓക്കെ, അതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ അത് നാം വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അടുത്ത പാഠം കൂടെ ഒരുമിച്ച് പറഞ്ഞപ്പോൾ, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെ യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പൗലോസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അവിടെ പറയുന്നത്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. അപ്പോൾ കർത്താവ് ജീവിക്കുന്നു, കർത്താവ് ഉയർത്തി ജീവിക്കുന്നു. അതുകൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് അതിൻ്റെ മുകളിൽ വായിക്കുന്നത് പൗലോസിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ. അതിൻ്റെ മധ്യത്തിൽ ധൈര്യത്തോടുകൂടെ താൻ നിൽക്കുകയാണ്. പലവിധ പ്രതികൂലങ്ങൾ പൗലോസ് അവിടെ നേരിടുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് പുതുക്കം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. പുതുക്കം പ്രാപിക്കുക എന്നുള്ളതിന്
ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു, പീച്ചിയിൽ ദർശനയിലെ യുവതി യുവാക്കന്മാർക്കായിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോർജ് കോശി ബ്രദർ പറഞ്ഞ ആ വിഷയം ഇതായിരുന്നു, ആത്മീക പുതുക്കം. അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതങ്ങളിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. കർത്താവിനോടുള്ള ആ പറ്റുമാനത്തിൽ ജീവിക്കണമെന്നുള്ള പ്രാഥമികമായ പാഠങ്ങൾ ആ നല്ല പ്രായത്തിൽ തന്നെ ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ പുതുക്കം പ്രാപിക്കുക അല്ലെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതിനെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്, കർത്താവ് ചിന്തിച്ചതുപോലെ ചിന്തിക്കുക, കർത്താവ് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ, കർത്താവ് കണ്ടതുപോലെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് കൊണ്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നും എഴുതിയതൊന്ന് വായിക്കാനായിട്ട് ഇടയായിട്ട്, സന്ദർഭവശാൽ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് ജീവിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമെങ്കിലും 3 കാര്യങ്ങൾ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കാനായിട്ട് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക. 1, അനുദിന ജീവിതത്തിലുള്ള നമ്മുടെ പോരാട്ടങ്ങളിൽ ജയം പ്രാപിക്കാൻ സാധിക്കും. അത് ലോകത്തോടുള്ള ബന്ധത്തിലും പാപത്തോടുള്ള ബന്ധത്തിലും പിശാചിനോടുള്ള ബന്ധത്തിൽ ജഡത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ അത് സത്യമാണ്. മാത്രമല്ല അനുദിന ജീവിതത്തിൽ കർത്താവ് ചിന്തിച്ചതുപോലെ ചിന്തിക്കാനായിട്ട് പുതുക്കം പ്രാപിക്കാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള, കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ വൈദ്യുതിയെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ നാം ബന്ധപ്പെടുമ്പോൾ നമുക്കും ഒരു പുതുക്കം ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യം പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും നമുക്കിവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അത്ര പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുന്നു. മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ആ ഭാഗത്തിലേക്ക് തന്നെ തിരികെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 5-ാമത്തെ വാക്യം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത പാഠം, 4-ാമത്തെ പാഠം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ നന്ദിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ നന്ദിയുള്ളവരാകണം എന്ന് ചോദിച്ചാൽ, നമ്മെ വീണ്ടും ജനിപ്പിച്ചതിനാൽ എന്നാണ് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട്. നമ്മെ വീണ്ടും ജനിപ്പിച്ചതിനാൽ. നമുക്കറിയാം, നമുക്ക് ആ പദം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. വീണ്ടും ജനിപ്പിച്ചതിനാൽ, ജനിപ്പിക്കുക, ജനിച്ചു എന്നുള്ളതല്ല, ജനിപ്പിച്ചു എന്നാണ് അവിടെ നാം കാണുന്നത്. അപ്പോൾ സ്വയമായി നമുക്കറിയാം, ജനനം എന്ന് പറയുന്നത് സ്വയമായൊരു പ്രക്രിയയല്ലല്ലോ. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആ ജനനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ സ്വന്തം ശക്തിയാലോ സ്വന്തം ഇടുക്കിനാലോ വന്ന ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോൾ കാലാകാലങ്ങളിൽ നമുക്ക് വീണ്ടും ജനിക്കുവാൻ, ഒരിക്കൽ പാപമുഖാന്തരം ദൈവത്തിൽ നിന്ന് ആ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട ആ അവസ്ഥ വീണ്ടും സ്ഥാപിക്കുവാൻ, അത് കേവലം ഒരു 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 റിപ്പയർ അല്ല. നമ്മുടെ സ്റ്റീവനെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കാനിടയായിട്ട് തീർന്നു. അത് തീർത്തും ഒരു പുതിയ സൃഷ്ടി തന്നെ ആവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ പദത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇത് പറയുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിക്കോദിമോസിനെ പോലെ പഴയ നിയമം അരച്ച് കലക്കി കുടിച്ച ആ വ്യക്തിക്ക് ഈ കാര്യം കർത്താവ് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിലുള്ളൊരു അപകടം എന്ന് പറയുന്നത്, ഈ 66 പുസ്തകങ്ങൾ അരച്ച് കലക്കി കുടിച്ചതുകൊണ്ട് തിരുവഴുത്തിലെ സത്യങ്ങൾ നമുക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിൻ്റേതായിട്ടുള്ള ശരിയായ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള അറിവുകളൊക്കെ നേടാനായിട്ടും ഒക്കെ സാധിക്കും. പക്ഷേ തിരുവഴുത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയാനായിട്ട് നിക്കോദെമോസിനെ സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ കോൺവെർസേഷൻ നീണ്ടുപോയതായിട്ട് നാം കാണുന്നത്. ഒടുവിൽ അവൻ അത് സാധിച്ചു എന്ന് നമുക്ക് നമുക്ക് വിചാരിക്കാം. എന്നാൽ ഇവിടെ പത്രോസിനെ സംബന്ധിച്ച് നിക്കോദിമോസിന് അത് സാധിക്കാതെ വന്നപ്പോൾ പത്രോസിന് അത് സാധിച്ചതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ആ രംഗത്തിൽ അത് നിക്കോദിമോസിനെ കൂടെ കർത്താവ് അത് വിവരിക്കുകയാണ്. പിൽക്കാലത്ത് ഒരു പക്ഷേ അവൻ കർത്താവിനെ കണ്ടുമുട്ടിയിരിക്കാം. എന്നാൽ പത്രോസിനെ, ഒരു മുക്കുവനായ പത്രോസിനെ, കേവലം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള അല്ലെങ്കിൽ ആ സിനഗോഗിലുള്ള അറിവ് മാത്രമുണ്ടായിരുന്ന പത്രോസിനെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ആ തിരുവഴുത്തിൻ്റെ ആ ശക്തി അത് മനസ്സിലാക്കാനായിട്ട്, അതിൻ്റെ അർത്ഥം ശരിയായി
ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഇടയിലും അങ്ങനെ തന്നെയാണ്. എത്ര പ്രാവശ്യം ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോഴും ഈ രക്ഷയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളെക്കാൾ ജ്ഞാനികളായ വചനത്തെ വളരെ വ്യക്തമായി ആക്കിയിരിക്കുന്ന അനേകർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതിരിക്കുമ്പോൾ നിസ്സാരന്മാരായ നമുക്ക് ഈ സത്യം പ്രകാശിപ്പിച്ച് വെളിപ്പെട്ടു എന്നുള്ളത് എത്രയോ ദൈവത്തോട് നന്ദിയുള്ളവരാകാനായിട്ട് ഇടയാകേണ്ട കാര്യമാണ്. ഇതിലും 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കാം. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവരൊക്കെ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഓക്കെ, അപ്പോൾ ഈ വീണ്ടും ജനിച്ചവരുടെ ചില പ്രത്യേകതകൾ യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് നീതി ചെയ്യുന്നവരായിരിക്കും. അതിനെക്കുറിച്ചൊരു എഴുത്തുകാരൻ എഴുതിയത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ക്രിസ്തുവാണ് നമ്മുടെ നീതി, അവൻ നമ്മുടെ നീതിയായി തീർന്നത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു നമ്മുടെ നീതിയായി തീർന്നത് കൊണ്ട് അവനെ അനുസരിക്കുക, അതാണ് നീതി ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കമൻ്റായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർ, പുതിയ സൃഷ്ടിയായിട്ട് തീർന്നവർ നീതി ചെയ്യുന്നവരായിരിക്കും. അനുദിന ജീവിതത്തിൽ കർത്താവ് നമ്മുടെ നീതിയാകയാൽ കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം 1 യോഹന്നാൻ 3:9 നാം കഴിഞ്ഞ ദിവസങ്ങൾ അത് ഓർത്തത് കൊണ്ട് ഞാനത് വായിക്കാതെ വിടുന്നു. പാപത്തിൽ തുടരാത്തവരായിരിക്കും. വീണ്ടും ജനിച്ചവരുടെ ഒരു പ്രത്യേകതയാണ് അവൻ പാപത്തിന് മരിച്ചവൻ എന്ന് എണ്ണുന്നത് കൊണ്ട്. മാത്രമല്ല, പാപം ചെയ്യരുതെന്ന് വ്യക്തമായ കൽപ്പന നാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഇനി പാപം ചെയ്യരുത്. അപ്പോൾ പാപം ചെയ്യരുത് എന്നുള്ള വ്യക്തമായ കൽപ്പന അവന് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് പാപത്തിൽ അവൻ തുടരുകയില്ല. അതിനോട് ഒരു വെറുപ്പും അറപ്പും അവൻ സൂക്ഷിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, 1 യോഹന്നാൻ 5:4 നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ നമ്മിലാകാതെ, പലപ്പോഴും നാം അതാണ് കാണുന്നത്, ദൈവമക്കളിൽ പോലും ഈ ലോകത്തിലുള്ള അനേക സംവിധാനങ്ങൾ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലുള്ളതിനേക്കാൾ എത്രയോ അധികമായി ലോകത്തിൻ്റെ സിസ്റ്റം വന്നു കഴിഞ്ഞു. നമ്മുടെ പിതാക്കന്മാരോട് ചോദിച്ചാൽ അവരുടെ കാലഘട്ടത്തിലുള്ള എത്രയോ മാറ്റങ്ങളാണ് ഈ ലോകത്തിലെ സംവിധാനങ്ങളാണ് ഇന്ന് തെറ്റല്ല, പാപമല്ലാത്തതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെ ജയിക്കാനായിട്ട് വീണ്ടും ജനിച്ചവർക്ക് സാധിക്കും എന്നുള്ളത് ഓർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 5-ാമതായിട്ട് വീണ്ടും നമുക്ക് ആ വാക്യം വായിക്കാം. 5-ാമത്തെ വാക്യം വായിക്കാം. ക്ഷയമാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന അവകാശത്തിനായി തന്നെ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. ആ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതും നാം അവിടെ കാണുന്നു. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ അവകാശികളാക്കി അല്ലെങ്കിൽ അവകാശം നൽകി. അവകാശികളാക്കിയതിനാൽ നാം നന്ദിയുള്ളവരാകണം, അല്ലെങ്കിൽ ദൈവത്തെ വാഴ്ത്തണം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉന്നതമായത് പ്രസ്താവിക്കും. ദൈവം നമുക്ക് നല്ലൊരു അവകാശം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, അവകാശം എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും പ്രയത്നം കൊണ്ട് ലഭിക്കുന്നതല്ല. ഭൗതികമായി ചിന്തിച്ചാൽ തന്നെയും പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ പിതൃ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മൾ ജനിച്ചത് കൊണ്ട് ലഭിക്കുന്നതാണ്. നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നേടിയെടുക്കുന്നതല്ല. ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അവകാശം. നമുക്ക് ക്രിസ്തുവിലുള്ള ഈ അവകാശവും നമ്മുടെ ജനനത്താൽ നമുക്ക് ലഭിച്ചതാണ്. നമുക്കറിയാതെ എന്തുകൊണ്ടാണ് ഇവരോട് ഈ അവകാശത്തിനായി തന്നെ എന്ന് പറയുമ്പോൾ എടുത്തു പറയുകയാണ്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതെന്ന് ഈ അനുവാചകരോട് പറയുന്നത്. അവർ വിശ്വാസം നിമിത്തം, ക്രിസ്തു നിമിത്തം ചിതറിപ്പോയവരാണ്. നാം അത് 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അവർ ചിതറിപ്പോവുകയാണ്. അവരിപ്പോൾ പരദേശികളാണ്. ക്രിസ്തു നിമിത്തം അവരുടെ സ്വന്തം അവകാശം ഈ ഭൂമിയിൽ നഷ്ടപ്പെടുത്തിയവരാണ് അവർ. അപ്പോൾ അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള അവകാശം ഞാൻ നിമിത്തം, എൻ്റെ നാമം നിമിത്തം നഷ്ടമായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നിങ്ങൾക്ക് ക്ഷയിക്കാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഒരു അവകാശം ഉണ്ട് എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ടാണ്. അതിന് ദൈവത്തോട് നന്ദിയുള്ളവരാകണം എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അതിനോടുള്ള ബന്ധത്തിലും നമുക്ക് 3 കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഇത് സൗജന്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവകാശം ലഭിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും മിടുക്ക് കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും സ്വാധീനം കൊണ്ടോ അല്ല, അത് ജനിച്ചപ്പോൾ ലഭിക്കുന്നതാണ്, സൗജന്യമായി ലഭിച്ചതാണ്. മാത്രമല്ല ഇത് സൂക്ഷിക്കപ്പെടുന്നതാണ്. അവിടെ തന്നെ പറയുന്നുണ്ട് സൂക്ഷിക്കപ്പെടുന്നതാണ് എന്നുള്ളത്. മാത്രമല്ല ഒടുവിലായിട്ട് നമുക്കൊരു കാര്യം കൂടി അത് ചിന്തിക്കാൻ സാധിക്കും. ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്തതാണ്. 3 പ്രത്യേകതകൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവകാശം എന്നുള്ള പദത്തിൽ നിന്ന് അത് സൗജന്യമാണെന്നും, സൂക്ഷിക്കപ്പെടുന്നു 5-ാം വാക്യത്തിൽ കാണുന്നതിൽ നിന്ന് അത് സൂക്ഷിക്കപ്പെടുന്നതാണെന്നും, മാത്രമല്ല ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്തതാണെന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 1:11 1:14 വായിക്കുമ്പോൾ എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സൂക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ സത്യം കുറേ കൂടെ നമ്മെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനത് വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ഷയം, മാലിന്യം, വാട്ടം അതിൻ്റെ ഉള്ള ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണെങ്കിലും ഇതിൽ നിന്ന് തന്നെ അത് നമുക്ക് വ്യക്തമായതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്തതായിട്ട് 6-ാമതായിട്ട് നാം 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 4-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനാൽ നാം നന്ദിയുള്ളവരാകണം. അതാണ് 6-ാമത്തെ പാഠമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനാൽ നാം നന്ദിയുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന എന്നുള്ള പദമാണ്. കാക്കപ്പെടുന്ന എന്നുള്ളത് സൂക്ഷിക്കുന്നത് എന്നുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഈ സൂക്ഷിക്കുക എന്നുള്ളതിൽ അർത്ഥമാകുന്ന 3 കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൽ തന്നെ അത് വ്യക്തമാണ്. ദൈവശക്തിയാൽ കാക്കപ്പെടുക. അപ്പോൾ ഈ സൂക്ഷിക്കുന്നത് ദൈവശക്തിയാലാണ്. അതിനെക്കുറിച്ച് ഒരു കമൻ്ററിയിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: പരിച പിടിച്ച് കാവൽക്കാർ സൂക്ഷിക്കുന്ന സൈനിക പദമാണ് കാക്കപ്പെടുക എന്നുള്ളതിനെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ദൈവം തൻ്റെ ശക്തിയാൽ പരിച പിടിച്ച് പട്ടാള കാവൽക്കാർ സൂക്ഷിക്കുന്ന എത്ര സുരക്ഷിതത്വമാണ് അത് നമുക്ക് നൽകുന്നത്. ആ സുരക്ഷിതത്വം നമുക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാലാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അതിൽ നിൻ്റെ മറുവശം നമ്മുടെ സ്വന്തം ശക്തിയാലല്ല, സ്വന്തം ബലത്താലല്ല എന്നുള്ളതാണ്. സ്വന്തം ശക്തിയാൽ, സ്വന്തം ബലത്താൽ നമുക്ക് സൂക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം പരാജയപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാലാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്. അത് ദൈവത്തിനോട് നന്ദിയുള്ളവരാകാൻ നമ്മെ സഹായിക്കുന്നു. പിന്നെ വീണ്ടും നാം കാണുന്നത് വിശ്വാസത്താലാണ്. ദൈവം തൻ്റെ ശക്തിയാൽ സൂക്ഷിക്കുന്നത് കൊണ്ട് നാം ഇവിടെ വായിക്കുന്നത് പോലെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള അല്ലെങ്കിൽ തേജസ്കരണം, നമ്മുടെ രക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ളത് സത്യമാണെങ്കിലും അനുദിന ജീവിതത്തിൽ വിശ്വാസത്താൽ അത് എൻജോയ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പങ്കും മനുഷ്യൻ്റെ പങ്കും മനുഷ്യരുടെ ഉത്തരവാദിത്വവും അതിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ കാര്യം, ഒരുങ്ങിയിരിക്കുന്ന എന്നുള്ള പദം അത് നിശ്ചയമാണ് എന്നുള്ളതാണ്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന ആ രക്ഷയ്ക്കായി എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷ പൂർണ്ണമായിട്ട് നിറവേറും. അത് നിശ്ചയമാണ്, ഉറപ്പാണ് എന്നുള്ള സത്യമാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി. അപ്പോൾ ഈ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന അവസ്ഥ, ദൈവമായിട്ടുള്ള വിശ്വാസത്താൽ അത് എൻജോയ് ചെയ്യുന്ന അവസ്ഥ, അത് ഉറപ്പും നിശ്ചയവുമുള്ളതാണെന്നുള്ളത് കർത്താവിനോട് നന്ദിയുള്ളവരാകാനായിട്ട്, അവനെക്കുറിച്ച് ഏറ്റവും ഉത്തമമായത് പറയാനായിട്ട് നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് 3-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. 3-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അന്മരിച്ചവരുടെ എഴുതുന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഓക്കെ, ജീവനുള്ള പ്രത്യാശയ്ക്ക്. അതിൽ നിന്ന് അടുത്ത പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കും. പ്രത്യാശ തന്നതിനാൽ, കർത്താവ് നമുക്ക് പ്രത്യാശ തന്നതിനാൽ അല്ലെങ്കിൽ പ്രത്യാശയുള്ളവരായി നാം തീർന്നതിനാൽ നാം നന്ദിയുള്ളവരാകണം. ഒരു കാലത്ത് ശവപ്പറമ്പിനപ്പുറത്തേക്ക് മാത്രം പ്രതീക്ഷ ഒന്നുമില്ല, ശവപ്പറമ്പിനപ്പുറത്തേക്ക് ഒന്നുമില്ല പ്രതീക്ഷിക്കാനായിട്ട് ഇരുന്നിരുന്ന അവസ്ഥയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് നാം പാടാറുള്ളത് പോലെ ഭാവിയെ ഓർത്ത് പുഞ്ചിരി തൂകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിൻ്റെ കാരണം
ഭംഗമില്ലാത്ത ഒരു മനോഹരമായ ജീവനുള്ള ഏറെ നല്ല പ്രത്യാശ കർത്താവ് നമുക്ക് നൽകി എന്നുള്ളതാണ്. ആ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഈ പ്രത്യാശ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നാം ജനിച്ചത്. ഈ പ്രത്യാശ നമുക്കത് മുഖാന്തരം ലഭിച്ചതാണ്. മാത്രമല്ല 1 യോഹന്നാൻ 3:3 നാം വായിക്കുന്നുണ്ട്, അവനിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ അത് നിർമ്മലീകരിക്കുന്ന പ്രത്യാശയാണ്, നമ്മെ തന്നെ അനുദിനം നിർമ്മലീകരിക്കുന്ന പ്രത്യാശയാണ്. മാത്രമല്ല 1 പത്രോസ് 1:13 നാം വായിക്കുന്നുണ്ട്, പൂർണ്ണ പ്രത്യാശയെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രതീക്ഷ മുഴുവനും അർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രത്യാശയാണ് ഇത് എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, വളരെ കഷ്ടതയുടെ തീച്ചൂളയിൽ കടന്നു പോകുന്നവരാണ്. അവരോട് ത്രിയേക ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ ഓരോന്നായിട്ട് പത്രോസ് അവരെ ശക്തിപ്പെടുത്താനായിട്ട് ലേഖനം എഴുതുമ്പോൾ എഴുതിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത്, നന്ദിയുള്ളവരാകണം. നിങ്ങൾ ഏതവസ്ഥയിലായാലും ഏത് സാഹചര്യത്തിലായാലും നന്ദിയുള്ളവരാകണം. അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും അവനെ വാഴ്ത്തുന്നവരാകണം. വാഴ്ത്തുക സമം ദൈവത്തെക്കുറിച്ച് ഏറ്റവും ഉന്നതമായത് പറയുന്നവരാകണം. കാരണം എന്താണ്? 7 കാരണങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവുള്ളതിനാൽ എന്ന് ഞാൻ ഫോക്കസ് ചെയ്തത്, അത് എത്രയോ സുരക്ഷിതത്വ ബോധം നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ സത്യം യഥാർത്ഥമായി വിശ്വാസമായി നമ്മിൽ പരിണമിക്കുമ്പോൾ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ആ സത്യത്തെക്കുറിച്ച് അറിയേണ്ടതും അതിൽ വേരൂന്നേണ്ടതും, മാത്രമല്ല അപ്പനെങ്കിൽ അപ്പനുള്ള ബഹുമാനം നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ അവന് കൊടുക്കേണ്ടതുമാണ്. മാത്രമല്ല ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത നമുക്ക്, ഒരു കരുണയും അർഹിക്കാതിന് നമുക്ക് കരുണ ലഭിച്ചു. അത് അവനോടുള്ള നന്ദി, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഏറ്റവും ഉന്നതമായത് പറയാനായിട്ട് നമ്മെ സഹായിക്കേണ്ടതാണ്. അവൻ ജീവിക്കുന്നു, അതും കർത്താവിനോടുള്ള നന്ദിയുള്ളവരാകാൻ നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല ദൈവത്തിൽ നിന്ന് പാപമുഖാന്തരം അകന്നു പോയ നമ്മെ പുതിയ സൃഷ്ടിയാക്കി അവൻ മാറ്റി വീണ്ടും നമ്മെ ജനിപ്പിച്ചു. അത് കർത്താവിനോട് നന്ദിയുള്ളവരാകാനായിട്ട് നമ്മെ സഹായിക്കേണ്ടതാണ്. മാത്രമല്ല ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത നല്ലൊരു അവകാശം അവൻ നമുക്ക് തന്നു. ഈ ലോകത്തിലെ അവകാശങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണെങ്കിൽ നശിച്ചു പോകാത്ത നല്ലൊരു അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് കർത്താവിനോട് നന്ദിയുള്ളവരാകാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല അവൻ നമ്മെ സൂക്ഷിക്കുന്നു. നമ്മുടെ അവകാശം സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മെയും അവൻ സൂക്ഷിക്കുന്നു എന്നുള്ളത് നന്ദിയുള്ളവരാകാൻ നമ്മെ ഇടയാക്കേണ്ടതാണ്. മാത്രമല്ല ഭംഗമില്ലാത്ത ജീവനുള്ള ഏറെ നല്ല പൂർണ്ണ, നമ്മളെ നിർമ്മലീകരിക്കുന്ന പ്രത്യാശയ്ക്ക് ഓഹരിക്കാരാക്കി നമ്മെ തീർത്തു. അതുകൊണ്ട് നാം നന്ദിയുള്ളവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് വരും ദിവസങ്ങളിൽ വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.